ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ ലഹരിയുടെ പുറത്താണോ ഈ കൊലപാതകങ്ങൾ കൂട്ടക്കുരുതി നടത്തിയത്? അതും ഇത്ര അടുത്ത ബന്ധുക്കളെ ഈ രൂപത്തിൽ ക്രൂരമായി കൊല്ലുന്നത്, അനിയനെയാണ് ഏറ്റവും ക്രൂരമായി ഉപദ്രവിച്ചത് എന്നതിൻ്റെ അടക്കം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ പുറമേക്ക് ഒരു ശാന്ത സ്വഭാവക്കാരനാണ്, നാട്ടുകാർക്ക് ഒരു കുഴപ്പവും വരുത്താത്തൊരു വ്യക്തിയുമാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് അത്ഭുതമാണ് ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലഹരി ഉപയോഗിച്ചോ എന്നറിയാനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് രക്തം പരിശോധിക്കലാണല്ലോ. അപ്പോൾ ഇന്നലെ അതിനുശേഷം ഇയാൾ കീഴടങ്ങുന്നു. ആ രക്തപരിശോധനയുടെ റിസൾട്ടൊക്കെ വരാനായില്ലേ? സമയമായില്ലേ? സ്മൃതി, ഈ രക്തപരിശോധനയുടെ റിസൾട്ട് വരാനുള്ള സമയമായിട്ടില്ല. അതിന് കുറച്ച് സാവകാശം വേണ്ടി വരും. അപ്പം അതിനേക്കാൾ ഉപരി ഇയാൾ മയക്കുമരുന്നിന് അടിമയാണോ അല്ലെ മയക്കുമരുന്നിൻ്റെ പിടിയിൽ നിൽക്കുന്ന സമയത്താണോ ഈ രീതിയിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവം റിപ്പോർട്ടായ ആ നിമിഷം മുതൽ പൂർണ്ണമായ ദുരൂഹതകളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് ഇയാളിത് ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം 95 വയസ്സുള്ള സൽമ ബീബി എന്ന് പറയുന്ന അയാളുടെ പിതാവിൻ്റെ മാതാവാണ്. അവരെ കൊലപ്പെടുത്തേണ്ടതായ ഒരു കാരണവും കാണുന്നില്ല. അതുപോലെ തന്നെ പിതാവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ലത്തീഫിനെയും അയാളുടെ ഭാര്യയെയും കൊന്നിട്ടുണ്ട്. സാധാരണ കൊലപാതകമല്ല ഇത്. 10-20ഓളം അടി ചുറ്റിക കൊണ്ട് അടിച്ചിട്ടാണ് ഈ ലത്തീഫിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ലത്തീഫ് ഒരു CRP വിമുക്ത ഭടനാണ്. അപ്പം അദ്ദേഹത്തിന് 60 വയസ്സുള്ള ആൾക്ക് ചിലപ്പോൾ ആരോഗ്യവും എതിരിടാനുള്ള ശേഷിയും ഉണ്ടായിരിക്കാം. അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് അയാൾ എവിടെയോ ഇരിക്കുന്ന, അതോ സോഫയിലോ കസേരയിലോ ഇരിക്കുന്ന സമയത്താണ് അയാളെ ആകസ്മികമായെന്ന മട്ടിൽ തലക്കടിച്ച് കൊലപ്പെടുത്തുക ചെയ്തിരിക്കുന്നത്. അയാളുടെ ഭാര്യയുടെ വായിൽ ഷാള് തിരുകി ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി. നിഷ്ഠൂരമായ കൊലപാതകമാണ്. രക്തബന്ധുക്കളെ തന്നെയാണ് അയാൾ കൊന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മയക്കുമരുന്നിന് അടിമകളായ അല്ലെ മയക്കുമരുന്നിൻ്റെ പിടിയിലുള്ള ആളുകൾ ഈ രീതിയിൽ ചെയ്യാം. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ രീതിയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ക്രിമിനൽ വാസനയിലേക്ക് കടക്കാം എന്നാണ് ശാസ്ത്രം അങ്ങനെ പറയുന്നത്. മനഃശാസ്ത്രവും അല്ലാതെയും നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ആ രീതിയിലാണ് ഇയാൾ ഇത് ചെയ്തത് എന്ന് ഒരു പരിധിവരെ കരുതേണ്ടിയിരിക്കുന്നു. ഇയാൾ എന്തുകൊണ്ടാണ് മദ്യപിക്കുന്ന സ്വഭാവക്കാരനാണ്, 2 മാസമായി ഞാൻ മദ്യപിക്കാറുണ്ടെന്നുള്ള മട്ടിൽ പോലീസിനോട് പറഞ്ഞതായ ഒരു വിവരം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് മദ്യപിക്കുന്നു എന്ന് പറയുകയും മയക്കുമരുന്ന് കഴിക്കുന്നില്ല എന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ഈ മയക്കുമരുന്നാണ് എങ്കിൽ എവിടെ നിന്നാണ് ഈ മയക്കുമരുന്ന് ഇയാൾക്ക് ലഭിച്ചത് എന്നുള്ളത് പറയേണ്ടി വരും. മദ്യമാകുമ്പോൾ ഇവിടെ സുലഭമായി ഏതെങ്കിലും രീതിയിൽ അത് എവിടെന്നെങ്കിലും വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. കാരണം അത് അംഗീകൃതമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇയാൾ വളരെയധികം പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി ചെയ്തിരിക്കുന്ന കൊലപാതകങ്ങളാണ് ഈ 5 കൊലപാതകങ്ങൾ. മുമ്പ് ചെന്താമര, നെന്മാറയിൽ, പാലക്കാട് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അയാൾ കൊലപ്പെടുത്തിയ ആളിൻ്റെ തന്നെ അടുത്ത ബന്ധുക്കളെ കൊല്ലുകയാണ് ചെയ്തത്. അതിൽ ഇനിയും 1-2 പേരെയും കൂടെ കൊല്ലാനുണ്ടെന്നുള്ള മട്ടിലാണ് അയാളുടെ സംഭാഷണം. അതുപോലെ തന്നെ പറവൂരിൽ 5 പേരെ കൊലപ്പെടുത്താനായിട്ട് പരിക്കേൽപ്പിച്ചതിൽ 4 പേര് കൊണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് അവർക്ക്. അത് മയക്കുമരുന്നിൻ്റെ പിടിയിലുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു കാരണം എന്ത് എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ഈ കേസിൻ്റെ ആരംഭം മുതൽ അവശേഷിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.